السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أولو العلم نعمة. إذا لم تكن بشيء ദീർഘായുസ് എന്നത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് എന്നതാണ്. ദീർഘായുസ് എന്നത് ആയുസ് എന്നത് നമ്മുടെ ജീവിതത്തിൽ മൂലധനമാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ ഏറ്റവും അമൂല്യമായത് നമ്മുടെ ആയുസ്. നമുക്ക് ആയുസ് ലഭിക്കുന്നതിലൂടെയാണ് നമ്മുടെ ശരീരത്തെ നമുക്ക് പരിപാലിക്കാൻ കഴിയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, "ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹി." അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുകയും നിങ്ങളെ ഭൂമിയുടെ പരിപാലനം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതൊരു പ്രകൃതിയും മനുഷ്യന്റെ സഹജമായിട്ട് തന്നെ ആശ്രയിക്കുന്നതാണ് ദീർഘായുസ് ലഭിക്കണം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, "ഇന്ന മിന സ്സഅദതി അൻ യകൂല ഉമറുൽ അബ്ദ്." ഒരാളുടെ വിജയത്തിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ആയുസ് ദീർഘമാവുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, "ലാ യസീദുൽ മുഅ്മിൻ ഉമറഹു ഇല്ലാ ഖൈറൻ." ഒരു മുഅ്മിനായ ആൾക്ക്, സത്യവിശ്വാസിക്ക് ആയുസ് ദീർഘിപ്പിക്കുകയാണെങ്കിൽ അത് എനിക്ക് നന്മയല്ലാതെ ലഭിക്കുകയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ ഹദീസിൽ ആയുസ് ദീർഘമാകുന്നതിലൂടെ ലഭിക്കുന്ന പോസിറ്റീവായ കാര്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മു അനസ് റളിയല്ലാഹു അൻഹ, അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്ത ആ ദുആ വളരെ പ്രസക്തമാണ്. അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത, അല്ലാഹുവേ അനസിലേക്ക് നീ ധാരാളം സമ്പത്തും ധാരാളം മക്കളെയും നൽകണം. അതുപോലെ അനസിന്റെ ആയുസ് ദീർഘിപ്പിച്ചു കൊടുക്കണം. കൊടുക്കുകയും ചെയ്യണം. ഈ ദുആ ആയുസ് ദീർഘിപ്പിക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ സത്യവിശ്വാസിക്ക് ലഭിക്കും എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ആയുസ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തരുമ്പോൾ അതെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ തന്നെ ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, "അയ്യുൻ നാസി ഖൈർ?" ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, "മൻ ഖാല ഉമറുഹു വ ഹസന അമലുഹു." ആയുസ് ദീർഘമാവുകയും ഒരുപാട് കർമ്മങ്ങൾ നന്നാക്കാനും സാധിച്ചവനാണ് ഏറ്റവും ഉത്തമനായവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ നമുക്ക് പഠിപ്പിച്ചത് പ്രാർത്ഥന നമുക്ക് കാണാം. അല്ലാഹുമ്മ മത്തിഅനാ ബി അസ്മാഇനാ വ അബ്സാരിനാ വ ഖുവ്വതിനാ മാ അഹ്യൈതനാ വജ്അൽഹു വാരിസ മിന്നാ. അല്ലാഹുമ്മ മത്തിഅനാ ബി അസ്മാഇനാ വ അബ്സാരിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ
പ്രസക്തമാണ്. അതുകൊണ്ട് ആരോഗ്യം ലഭിക്കുക എന്നതും അതുപോലെ ദീർഘായുസ് ലഭിക്കുക എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് എന്ന് നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കത് പറഞ്ഞു തരുന്നു. ഇസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുക, അതുപോലെ നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യവും ചോദിക്കണം എന്ന് പറഞ്ഞതായിട്ട് കാണുക. ഈ ശരീരത്തിന് ആരോഗ്യം ലഭിക്കുക, അതിലൂടെ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുക, ഇത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ആശ്രമത്തിൽ ആദ്യമായിട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് നിനക്ക് എന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടെല്ലാം ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധ വഹിക്കണം. അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും ആരോഗ്യത്തിന് പ്രതികൂലമാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വർദ്ധിക്കുകയും ചെയ്യണം. നമ്മുടെ ആവശ്യമായി നൽകുന്ന ചെക്കപ്പുകളും അതുപോലെ ആരോഗ്യത്തിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ നാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. എങ്കിൽ നമുക്ക് വലിയ ആ ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം ലഭിക്കും എന്നതിൽ സംശയമില്ല. അതുപോലെ നമ്മുടെ കുടുംബവുമായി ബന്ധം ചേർത്തുകൊണ്ട്, സമൂഹവുമായി ബന്ധം ചേർത്തുകൊണ്ട് സാമൂഹികമായ ആരോഗ്യം നമ്മൾ നിലനിർത്തണം. അതോടൊപ്പം നമ്മുടെ മാനസിക ആരോഗ്യവും നമ്മൾ നിലനിർത്തണം. ഒരിക്കലും ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതിലൂടെ ഒരുപാട് രോഗങ്ങൾ വന്നു ചേരുന്നതിന് പുറമെ നമ്മുടെ ആയുസ്സിനെ തന്നെ അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹംമി വൽ ഹസൻ. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ തേടുന്നു ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്നുള്ള ദുആ അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥനകളും നമ്മൾ നിർവഹിക്കുക. അതുപോലെ നമ്മുടെ ആയുസ് ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അങ്ങനെ ദുനിയാവും ആഖിറവും എല്ലാം നമ്മൾ ഇതിലൂടെ സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അവന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെല്ലാം അല്ലാഹു എല്ലാ നന്മകളും ചെയ്യുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.